അല്ല മാഷിപ്പോ കൈക്കോട്ടെടുക്കാനും തുടങ്ങിയോ? നല്ല മൊയ്തീൻ വന്നു. എന്താ മൊയ്തീനെ മീൻ? നല്ല പെടക്കിന് അയലുണ്ട് മാഷെ, എടുക്കട്ടെ? അയില പെടച്ച് പെട്ടെന്ന് ചാടിപ്പോകാതെ നോക്കിക്കോ. ഈ മാഷ് ഇപ്പോഴും പണ്ട് സ്കൂളിൽ പറഞ്ഞ അതേ തമാശ തന്നെയാ. ആ തമാശ കേട്ട് സഹിക്കാൻ വയ്യാതല്ലയോ മൊയ്തേ 3ാം ക്ലാസ്സിൽ പഠിപ്പ് കിട്ടി ചാടിയത്. അല്ല മാഷെ, 1 കിലോ എടുക്കട്ടെ? 1 കിലോയോ? ഞങ്ങക്ക് മറിച്ച് വിൽക്കാനൊന്നുമല്ല, ആകെ 3 വരെ ഉള്ളൂ. 3 എണ്ണം മതി. 3 എണ്ണം മതി. എന്റെ നല്ലടുത്തിയെ ഈ മാഷിന്റെ പിശുക്കിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. നിങ്ങൾ കുറച്ച് പൈസയൊക്കെ ചെലവാക്കി മാഷേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മൊയ്തീനെ. അല്ലെങ്കിൽ നമ്മൾ അബൂക്കാന്റെ വിവരം അറിഞ്ഞാ? എന്താ മൊയ്തീനെ? നാട് മുഴുവൻ നടന്ന് യാത്ര പറഞ്ഞിട്ട് ഇപ്പൊ ഹജ്ജ് യാത്ര മുടങ്ങിന്ന്. എന്ത് പറ്റി? പൈസ ശരിയായില്ലാന്ന്. അല്ല, എനക്കിപ്പോ എന്താ ഹജ്ജിന് പോകാൻ പൂതിയില്ല ചേട്ടാ. ഇത്രയൊന്നും പൈസ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് പഠിച്ചോ പൈസ ഉള്ളവർക്ക് മാത്രം ഹജ്ജ് നിർബന്ധാക്കി. നമ്മള് പോട്ടെ മാഷേ. അബൂക്ക, അബൂക്ക. മാഷോ, വാ ഇരിക്കേ. യാത്രക്ക് എന്തോ തടസ്സമുണ്ടെന്ന് പറയണ കേട്ടു. ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ശരിയായില്ല. ഒരു ശ്രമം നടത്തി നോക്കി, നടന്നില്ല. പണമാണോ അബൂക്ക പ്രശ്നം? അതേ മാഷേ, ചില കണക്കുകൂട്ടലുകൾ തെറ്റി. എത്ര രൂപയുടെ കുറവുണ്ട് എന്നെനിക്കറിയില്ല. ഇത് ഒരു 50,000 രൂപയുണ്ട്. ഈ പണം കൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷമുള്ളൂ. സ്വന്തം മോന് പോലും വേണ്ടാത്ത ആരോരുമില്ലാത്തവരാ ഞങ്ങൾ. ആ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരനുജനെ പോലെ മുന്നിൽ വന്ന് നിൽക്കുക. നന്ദിയുണ്ട് മാഷേ. പക്ഷേ ഈ സഹായം സ്വീകരിക്കാൻ പാടില്ല. ഹജ്ജിന് വേണ്ടി അടുത്ത രക്തബന്ധമുള്ളവരുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ, ഇവരുടെയൊക്കെ സഹായങ്ങളെ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ സ്വന്തം പണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അബൂക്ക, ഞാനൊരു അനുജനെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന്. ഒരു അനുജനാണെന്ന് കരുതി എൻ്റെ ഈ സഹായം സ്വീകരിച്ചൂടെ? സ്വീകരിക്കണമെന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ പണം വാങ്ങിച്ച് ഹജ്ജ് ചെയ്യാൻ അള്ളാന്റെ നിയമങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ മാഷേ.